ഇന്ന് ഹിസ്റ്ററീൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. നഗോഡകളുടെ പെരുവിരൽ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെക്കൊണ്ട് നെയ്ത്തുജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റുക എന്നതായിരുന്നു. എത്രത്തോളമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നഗോഡകളുടെ കഥ വായിച്ചല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർന്നുവന്നു. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായത് കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. അടുത്താണ് കർഷകർക്കെതിരെ. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലകളിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തത്? സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്തെല്ലാമാണ് ചെയ്തത്? കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ജമീന്ദാർമാർ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു. ഏതെല്ലാം രീതിയിലാണ് ബ്രിട്ടീഷുകാർ കർഷകരെ ചൂഷണം ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ കൊടുത്തിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരാണ് സാഹുക്കാർ. ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്കാവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് റെയിൽവേയുടെ തുടക്കം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16-നാണ്. വിത്ത് ഡേറ്റ് ഓർമ്മിച്ചു വെക്കണം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16-നാണ്. അന്ന് വൈകുന്നേരം 3:35-നാണ് ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ബോംബെയിൽ നിന്ന് താനെയിലേക്കാണ്. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1861 മാർച്ചിലാണ്.
ഫസ്റ്റത്തെ ട്രെയിൻ സർവീസ് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ്. ഇന്ത്യയിൽ റെയിൽവേയുടെ തുടക്കം 1853-ലാണ്. കേരളത്തിൽ റെയിൽവേ ആരംഭിച്ചത് 1861-ലാണ്. അടുത്താണ് ഗോത്രജനതയ്ക്കെതിരെ. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ വനനിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. ഗോത്രജനതയുടെ ആവാസമേഖല ധാതു നിക്ഷേപത്താൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. നെയ്ത്തുകാർക്കെതിരെ. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു. എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖല തകർന്നത്? കൈത്തറി മേഖല തകരാനുണ്ടായ പ്രധാന കാരണങ്ങളാണ്: അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതികളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. കൈത്തറി മേഖല തകരാനുണ്ടായ പ്രധാന കാരണങ്ങളാണ്: അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതികളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അടുത്തതാണ് കലാപങ്ങളിലേക്ക്. കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്നും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്ക് എതിരെയും അവരുടെ ഇടനിലക്കാരനായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവമുണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അങ്ങനെ കലാപങ്ങൾ, ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ കലാപങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അതിൻ്റെ തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. ബംഗാളിൽ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിലാണ്. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. പാട്ടക്കുടിയാന്മാർ എന്നറിയപ്പെട്ട മാപ്പിളമാരായിരുന്നു കലാപങ്ങൾക്ക് മലബാറിൽ നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബംഗാളിൽ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ പ്രധാനപ്പെട്ട ഗോത്രവിഭാഗങ്ങളാണ് മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. പ്രധാനപ്പെട്ട ഭാഗമാണിത്. ആരെല്ലാം എവിടെയാണ് കലാപങ്ങൾ ആരംഭിച്ചതെന്ന് ചോദിക്കും. തന്നെ മറാത്തയിലെ ബീലുകൾ, അഹമ്മദനഗർ സമരം നയിച്ചത് കോലികളാണ്. ഛോട്ടാ നാഗ്പൂരിൽ കോളുകൾ, രാജ്മഹൽ കുന്നിൽ സമരം നയിച്ചത് സന്താൾമാരാണ്. വയനാട്ടിൽ കലാപം നയിച്ചത് കുറിച്യറാണ്. അടുത്തതാണ് സന്താൾ കലാപം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. 15,000-ത്തിലധികം സന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാനുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ബംഗാൾ രാജ്മഹൽ കുന്നുകളിലെ സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാനുവുമായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സന്താൾ ഗോത്രഗീതം.
സിതോ, നീ എന്താണിങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്? കാനു, നീ എന്താണിങ്ങനെ ഹൂൾ ഹൂൾ എന്നലറുന്നത്? ഈ കച്ചവടക്കാർ കള്ളന്മാർ, മണ്ണില്ലാത്തവരാക്കി നമ്മെ. നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. രഞ്ജിത് ഗുഹേൻ്റെ എലമെൻ്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസിയിലാണിത് കൊടുത്തത്. സന്താൾ ഗോത്ര ജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ ചർച്ച ചെയ്യൂ. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരാണ്. അപ്പം നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിനിറങ്ങിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഔദിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടപ്പ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ചൻ. നാട്ടുരാജാക്കന്മാരും കലാപത്തിനിറങ്ങിയിരുന്നു. അവരിൽ പ്രധാനപ്പെട്ടവരാണ് ഔദിലെ രാജ ചേത് സിംഗ്. ഔദിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയത് രാജ ചേത് സിംഗ് ആണ്. തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിൽ മരുതുപാണ്ഡ്യൻ, മലബാറിലെ കലാപങ്ങൾ നയിച്ചത് പഴശ്ശിരാജയാണ്, കർണാടകയിൽ കലാപം നയിച്ചത് കിട്ടൂർ ചെന്നമ്മയാണ്, തിരുവിതാംകൂറിൽ വേലുത്തമ്പി, കൊച്ചിയിൽ പാലിയത്തച്ചൻ. കേരളത്തിലെ കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിലൊന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചവരാണ് തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. പ്രധാനപ്പെട്ടതാണ്. ആരെല്ലാമാണ് പഴശ്ശിരാജയെ യുദ്ധത്തിന് സഹായിച്ചത് എന്ന് ചോദിക്കും. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇവിടെ കൊടുത്തിട്ടുണ്ട് പഴശ്ശിയുടെ അവസാന യാത്ര. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി. രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്കയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്തദാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യവിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. ഇത് മലബാറിലെ സബ് കളക്ടറായ TH ബേബറാണ് ഇങ്ങനെ പറഞ്ഞത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1809. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. അടുത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കി. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ശിപായിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. ശിപായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. ശിപായിമാർ നേരിട്ട പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. തുച്ഛമായ വേതനം,
ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൽ പാണ്ഡെയായിരുന്നു. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിന് ഇറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആറ, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. ഇവിടെ കാൺപൂരിൽ സമരം നയിച്ചിരുന്നത് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമായിരുന്നു. അതേപോലെ ലക്നൌവിൽ സമരം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആറയിൽ കുൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആറയിൽ കുൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചവരും സ്ഥലവും ചോദിക്കുന്നതാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആറയിൽ കുൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ രംഗൂണിലേക്ക് നാടുകടത്തി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലഗ്താ നഹി ഹേ ജി മേരാ. ജീവിതത്തിൻ്റെ പകൽ തീരാറായി. സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ഇങ്ങനെ പറഞ്ഞ ആരാണ്? ബഹദൂർ ഷാ സഫറാണ്. എന്തുകൊണ്ടായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളാണ്: ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധവും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു.
സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇവിടെ കൊടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രം മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കും. 1857 സമരമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ, ഷഹീൻ ഷായെ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യബോധമായിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അടുത്താണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുണ്ടായ മാറ്റം എന്താണ് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് സന്താൾ കലാപം നയിച്ചത് സിദ്ദുവും ഖാനുവുമാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയാണ്. പഴശ്ശിരാജ തലക്കൽ ചന്തു, നാനാ സാഹിബ് കാൺപൂർ. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നെടുക്കുന്നത്.